നമസ്കാരം. അച്ഛൻ ഈ കൂട്ടായ്മയ്ക്ക് നൽകുന്ന സഹകരണവും നിർദ്ദേശവും ഒക്കെ വളരെ അനുഗ്രഹീതമാണ്. ഈ കൂട്ടായ്മയ്ക്ക് വളരെ ശക്തിയാണ്. അച്ഛനെ സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വാർഡ് നിർമ്മാച്ചൻ, ബഹുമാനപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരായ വൈദിക സഹോദരങ്ങളെ, ഈ ദീപ്തിയുടെ പ്രധാന ചുമതലക്കാരൻ ജീസൻ ചമ്മാച്ചൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളെ, അവർക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ജോൺ തോമസ് പെരിങ്ങാട്ടിലച്ഛൻ, ഏറ്റവും പ്രിയപ്പെട്ട ശമ്മാശന്മാരെ, സഹോദരങ്ങളെ, എൻ്റെ സ്മരണയിൽ കുറേയേറെ വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോകുമ്പോൾ 1969 ഇവിടെ ഒരു വിദ്യാർത്ഥിയായിട്ട് ചേർന്ന ആ ഒരു വർഷം ഞാൻ ഓർക്കുകയാണ്. അന്നാണ് ദീപ്തി ഓർത്തഡോക്സ് സെമിനാരിയുടെ ചരിത്രത്തിൽ ആരംഭിക്കുന്നത്. അന്ന് കൈയെഴുത്ത് പ്രസിദ്ധീകരണമായിട്ട് ആരംഭിച്ചതിൽ അന്നും എന്തൊക്കെയോ കുറിക്കുവാൻ കഴിഞ്ഞ ആ ഒരു ഓർമ്മയിൽ പിന്നീട് അതിൻ്റെ സ്റ്റുഡൻറ്റ് എഡിറ്ററായിട്ടിരുന്ന കാര്യവും ഒക്കെ മനസ്സിൽ വരികയാണ്. ഞങ്ങളുടെയൊക്കെ കാലത്ത് ദാരിദ്ര്യമായിരുന്നു. അത് ദീപ്തിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. കൈകൊണ്ട് എഴുതി സൈക്ലോ സ്റ്റൈൽ ചെയ്ത് സ്റ്റേപ്പിൾ അടിച്ച് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു കുത്തിക്കെട്ടിയ സാധനം. അതിൽ നിന്ന് ഇന്ന് മാധ്യമരംഗത്തെ ഏതൊരു പ്രസിദ്ധീകരണത്തോടും കിടപിടിക്കുവാൻ കഴിയുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ ദീപ്തി ഉയർന്നു കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അതിന് അപ്രകാരം രൂപഭാവന നൽകുവാൻ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുവാൻ സർഗാത്മകതയും സാഹിത്യ അഭിരുചിയും മറ്റ് അനേകം ഗുണഗണങ്ങളുമുള്ള നമ്മുടെ കുടുംബത്തിന് കഴിയുന്നു എന്നുള്ളത് അഭിമാനിക്കുവാൻ കഴിയും. അതിൻ്റെ ഈ കൊല്ലത്തെ പ്രമുക്തികർമ്മം നിർവഹിക്കുവാനായിട്ട് നമ്മളെല്ലാവരും ഇവിടെ കൂടി വന്നിരിക്കുകയാണ്. ഈ മനോഹരമായ കൃതി നമുക്ക് ലഭ്യമാക്കിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെയൊക്കെയും സന്തോഷത്തോടെ അനുസ്മരിക്കുന്നു. ഒരുപക്ഷേ അതിൻ്റെ സൃഷ്ടിയുടെ പിന്നിൽ ഉള്ള വേദനയുടെ ഭാഗമായിട്ട് അല്പസ്വല്പം വേദനകളും അവർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പിറവിയുടെ ഭാഗമാണ് എന്ന് വിചാരിക്കുക. പിറവി നൽകുന്ന അമ്മയ്ക്ക് ആ വേദന സന്തോഷകരമാണ്. ആ രീതിയിൽ അത് സ്വീകരിച്ചുകൊണ്ട് ഭാവിയിലേക്ക് പാഠങ്ങൾ പഠിച്ച് നല്ല തീരുമാനങ്ങൾ എടുത്ത് അത് എല്ലാ തരത്തിലും കുറ്റമറ്റതാകുവാൻ തക്കവണ്ണം സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ സഭയുടെ പ്രധാന നേതാക്കളിൽ 2 പേര്, നമ്മുടെ സെമിനാരി കുടുംബത്തിൻ്റെ അംഗങ്ങളായ 2 പേര്, അഭിമന്യ ദിമത്രിയോസ് തിരുമേനിയും അപ്രേം തിരുമേനിയും നമ്മളോടൊപ്പമുണ്ട്. അവരുടെ സാന്നിധ്യം നമ്മളെ എല്ലാവരെയും കോരിത്തരിപ്പിക്കുന്നു. അവരോട് അക്കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് അതിന് സമയം കണ്ടെത്തിയൊരു സന്തോഷമുണ്ട്. എൻ്റെ വ്യക്തിപരമായ സന്തോഷം അക്കാര്യത്തിൽ അവരെ അറിയിക്കുന്നു, ആദരവ് അറിയിക്കുന്നു. എല്ലാം കൊണ്ടും ഈ ചടങ്ങ് മനോഹരമാക്കുവാൻ തക്കവണ്ണം അപ്രേം തിരുമേനിയുടെ സാന്നിധ്യവും അത് ഏറ്റുവാങ്ങാനായിട്ട് ദിമത്രിയോസ് തിരുമേനിയുടെ സാന്നിധ്യവും അത് അർത്ഥപൂർണമാണ്. അവരുടെ ആ സാന്നിധ്യത്തിന് പ്രത്യേകിച്ചുള്ള സന്തോഷം അറിയിക്കുന്നു. സൃഷ്ടി എന്ന് പറയുന്നത് ദൈവം തമ്പുരാൻ്റെ പ്രവർത്തനമാണ്. മനുഷ്യൻ ദൈവിക പ്രവർത്തനത്തിൽ പങ്കുചേരുന്നതിൻ്റെ ഭാഗമാണ് നമ്മുടേതായ നിലയിൽ നടത്തുന്ന എല്ലാ സൃഷ്ടികളും. അത് തലമുറകൾക്ക് പ്രചോദനം നൽകുന്ന, വെളിച്ചം നൽകുന്ന, ദീപ്തി ഏകുന്ന സൃഷ്ടികളായിട്ട് ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ മംഗളങ്ങളും ഈ ദീപ്തിയുടെ ഇനിയുമുള്ള നമ്മുടെ ഇടയിലുള്ള അവരുടെ
എന്നുള്ള പദം ഉപയോഗിക്കുന്നതിന് വലിയ തെറ്റുണ്ട് എന്ന് തോന്നുന്നില്ല. അത്യാവശ്യക്കാർക്ക് അവൻ്റേതൊന്നും പ്രയോഗിക്കാം. അത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരമായിട്ട്, നിങ്ങളുടെ സ്വന്തമായ അരുമയായ ഒന്നായിട്ട് ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. അഭിനന്യ പിതാക്കന്മാരെ, വന്യ ഗുരുക്കന്മാരെ, ശമാശന്മാരെ, സ്നേഹിതരെ, വളരെ സന്തോഷവും ആഹ്ലാദവും പകരുന്ന ദിവ്യമായ സന്ധ്യയ്ക്ക് ദൈവത്തെ സ്തുതിക്കുകയാണ്. 2012 ദീപ്തി ഇപ്പോൾ പ്രമുക്തീകരിക്കപ്പെടുകയാണ്. ഇതിന് പിന്നിൽ അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും ചെയ്ത എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ആവശ്യമായ പരസ്യങ്ങൾ, സർഗസൃഷ്ടികൾ, പ്രോത്സാഹനങ്ങൾ, നിർദ്ദേശങ്ങൾ, വിമർശനങ്ങൾ എല്ലാം പകർന്ന എല്ലാ സ്നേഹിതരോടും ഞങ്ങൾക്കുള്ള അളവറ്റ നന്ദിയും ആദരവും ഈ സമയത്ത് സമർപ്പിക്കുകയാണ്. വൈദിക സെമിനാരിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ദീപ്തി. എല്ലാ വർഷവും അതിൻ്റെ പ്രകാശനം വളരെ ഭംഗിയായി നിർവഹിക്കും. എനിക്ക് തോന്നുന്നത് ദീപ്തിയുടെ പ്രകാശന കർമ്മങ്ങളിൽ ഏറ്റവും അധികം പ്രാവശ്യം അധ്യക്ഷപദം അലങ്കരിച്ചത് ഇപ്പോഴത്തെ നമ്മുടെ പ്രിൻസിപ്പൽ വന്യനായ ഡോക്ടർ ജേക്കബ് ഗിരിലച്ചനാണ്. ഈ പ്രാവശ്യം പുതിയ നിയോഗത്തിൽ പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഈ യോഗത്തിന് അധ്യക്ഷത വഹിച്ച് ദീപ്തിയെ അനുഗ്രഹിക്കുകയാണ്. ഈ പ്രാവശ്യത്തെ ദീപ്തി 150 പേജുകളോടെയാണ് പുറത്തു വരുന്നത്. നമ്മുടെ എല്ലാ സെമിനാരികൾക്കും അവരവരുടേതായ മാഗസീനുണ്ട്. മർത്തോമ സെമിനാരി ചലനം എന്ന പേരിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. കണ്ണമൂല സെമിനാരി ദർശനം എന്ന പേരിലാണ് അവരുടെ മാഗസീൻ അവതരിപ്പിക്കുന്നത്. വർഷങ്ങളായി ഓർത്തഡോക്സ് വൈദിക സെമിനാരി ദീപ്തി എന്ന പേരിൽ തന്നെ അത് പ്രസിദ്ധീകരിക്കുന്നു. ദീപ്തി പ്രകാശമാണ്, ജീവനാണ്, ചൈതന്യമാണ്, പരിവർത്തനമാണ്. വേദശാസ്ത്രം പഠിക്കുന്നവരും ഭാഷയെ സ്നേഹിക്കുന്നവരും സാഹിത്യം ഇഷ്ടപ്പെടുന്നവരും ദീപ്തി അന്വേഷിച്ച് ഈ പഠിത്ത വീടിൻ്റെ ഉള്ളിൽ എത്തുന്നത് സന്തോഷത്തോടെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ പ്രാവശ്യത്തെ ദീപ്തിക്ക് ഏറെ പ്രത്യേകതകളുണ്ട്. അതിലേറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ സെമിനാരിയിൽ അനുഗ്രഹീതനായ ഒരു കലാകാരനെ ലഭിച്ചു എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ജീസൻ ചെമ്മാശൻ. അദ്ദേഹത്തിൻ്റെ വൈദിക പഠനത്തിൻ്റെ ആദ്യ നാൾ മുതൽ തന്നെ വൈദിക സെമിനാരിയിൽ അദ്ദേഹത്തിൻ്റെ വരകൾ, രചനകൾ ഏവരും ഇഷ്ടപ്പെട്ടു. ഏവരും അത് ഹൃദയത്തോടെ ചേർത്ത് പിടിച്ചു. ദീപ്തിയുടെ സ്റ്റുഡൻറ് എഡിറ്ററായിട്ട് 1-ാം വർഷം തന്നെ അദ്ദേഹം നിയോഗിതനായി തീർന്നു. ഇന്നത് പൂർണ്ണതയിൽ എത്തിയിരിക്കുകയാണ്. 2012 ദീപ്തി ഇവിടെ അവതരിപ്പിക്കുന്നത് പൂർണ്ണമായ വരകളോടുകൂടിയ ദീപ്തിയാണ്. എനിക്ക് സധൈര്യം പറയുവാനായിട്ട് സാധിക്കും, ഇന്ന് ഇന്ത്യയിലെ സറാംപൂർ സർവകലാശാലയുടെ ഏതൊരു കലാലയം, ഏതൊരു സെമിനാരി അവതരിപ്പിക്കുന്നതിനേക്കാൾ ഉത്തമമായ ഒരു സർഗസൃഷ്ടിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. സമകാലിക വിഷയങ്ങൾ, കാതോലിക്കേറ്റിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള ചില ചിന്തകൾ, കവിതകൾ, 36-ൽ പരം ലേഖനങ്ങൾ, ഇങ്ങനെ വിവിധങ്ങളായ ആവിഷ്കാരങ്ങളാണ് ഇവിടെയുള്ളത്. പ്രത്യേകിച്ച് സഭയുടെ, മലങ്കര സഭയുടെ സ്നേഹതേജസ്സായ സഭാരത്നം ഡോക്ടർ ഗീവർഗീസ് ഓസ്താത്യോസ് തിരുമനസിനെ കുറിച്ചുള്ള ഓർമ്മകൾ, ദർശനങ്ങൾ ഈ പ്രാവശ്യം ദീപ്തിയിൽ അദ്ദേഹത്തിൻ്റെ ദീർഘമായ അഭിമുഖം തയ്യാറാക്കി അവതരിപ്പിക്കുവാനാണ് എഡിറ്റോറിയൽ ആഗ്രഹിച്ചിരുന്നതെങ്കിലും ദൈവനിയോഗം മറ്റൊരു തരത്തിലായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള അനുസ്മരണങ്ങളാണ് ഈ പ്രാവശ്യം ദീപ്തിയിൽ ഉൾക്കൊള്ളിക്കുവാനായിട്ട് ഇടയായത്. ഇങ്ങനെ വിവിധ തരത്തിൽ ദീപ്തി നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ സന്തോഷവും ആഹ്ലാദവും പകരുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്ന ദീപ്തി തുറന്നു നോക്കുമ്പോൾ ചില പോരായ്മകളൊക്കെ കണ്ടേക്കാം. എപ്പോഴും അക്ഷരങ്ങളെ സ്നേഹിക്കുകയും അതിനെ നിറച്ചാർത്ത് പകരുകയും ചെയ്യുന്നവർക്കുണ്ടാകുന്ന ചില വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളുമാണ്.
സദയം അതെല്ലാം ക്ഷമിക്കണം. ഇത് നമ്മുടെ സ്നേഹോപകാരമാണ്. നമ്മൾ ഇവിടെ നിന്നും പോയി കുറേ കഴിഞ്ഞ് ഇതിലെ താളുകൾ മറിച്ചു നോക്കുമ്പോൾ സ്പന്ദനങ്ങൾ ഹൃദയത്തിൽ ആഞ്ഞടിക്കും. ജീവൻ്റെ പ്രകാശം ഹൃദയത്തിലേക്ക് ഇരച്ചു കയറും. അപ്പോൾ ലഭിക്കുന്ന കുളിർമ, അപ്പോൾ ലഭിക്കുന്ന തേജസ്, അപ്പോൾ ലഭിക്കുന്ന ചൈതന്യം, അതാണ് ദീപ്തി പകരുന്നത്. സാമൂഹിക പരിവർത്തനത്തിനുള്ളതാണ് ഈ ദീപ്തി. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശക്തീകരണത്തിനുള്ളതാണ് ഈ ദീപ്തി. നമ്മയെല്ലാം വിശുദ്ധിയിലേക്ക് നയിക്കുന്നതിനുള്ളതാണ് ഈ ദീപ്തി. ഇതിലെ അക്ഷരങ്ങൾക്കും ദർശനങ്ങൾക്കും അല്പം സ്വാധീനം പകരുവാൻ സാധിക്കുന്നെങ്കിൽ ഈ പത്രാധിപ സമിതി നന്ദി നിറഞ്ഞവരായി തീരും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെ ആഹ്ലാദത്തോടെ, വളരെ നന്ദിയോടെ, സ്നേഹത്തോടെ ഇതിനുവേണ്ടി അധ്വാനിച്ച എല്ലാവരെയും ദിവസത്തിൽ ഓർത്ത്, ഇതിൻ്റെ പത്രാധിപ സമിതിയെ ഓർത്ത്, പ്രത്യേകിച്ച് ഇതിനുവേണ്ടി അധ്വാനിച്ച് സമയവും സാഹചര്യങ്ങളും ഒക്കെ ദീപ്തിക്ക് വേണ്ടി മാറ്റിവെച്ച് അനേക ചിത്രങ്ങളും ദീപ്തിക്കായി കോറിയിട്ട ജീസൻ ഷമ്മാസിനെ പ്രത്യേകമായി വൈദിക സെമിനാരിയുടെ പേരിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ ദീപ്തി പ്രകാശനത്തിനായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. നമ്മുടെ അടുത്ത വീട്ടിലെ വന്യഗുരുനാഥൻ അഭിനന്ദനായ സക്രിയാസ് മാർ അപ്രേം തിരുമനസ്സുകൊണ്ട് ആമുഖ വാക്കുകൾ പറഞ്ഞ് ഈ ദീപ്തി പ്രകാശനം ചെയ്യും. ആദ്യ പ്രതി അഭിനന്ദനായ ഡോക്ടർ യൂഹാനൻ മാർ ദിമെത്രിയോസ് തിരുമേനി ഏറ്റുവാങ്ങും. എല്ലാവർക്കും നന്ദി, ആദരവ്, സ്നേഹം. എൻ്റെ ഗുരുനാഥനും ഈ യോഗാധ്യക്ഷനും വൈദിക സെമിനാരിയുടെ പ്രധാന അധ്യാപകനുമായ ഡോക്ടർ ജേക്കബ് കുര്യനച്ചൻ, വന്യ ഗുരുനാഥനായ അഭിവന്യ ദിമിത്രിയോസ് തിരുമേനി, ഗുരുനാഥന്മാരായ ഡോക്ടർ തോമസ് അച്ചൻ, ഡോക്ടർ ജോൺ സെബർഹ കോനാട്ടച്ചൻ, മറ്റ് അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ശമാശന്മാരെ, സ്നേഹമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എനിക്കറിഞ്ഞുകൂടാ എങ്ങനെയാണ് ഈ മഹാഭാഗ്യം എനിക്ക് കിട്ടിയത് എന്നുള്ളത്. വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ദീപ്തിയിൽ ഇടയ്ക്കൊക്കെ ഞാനും ചിലതൊക്കെ അന്നത്തെ ചിന്തകളിൽ നിന്ന് ചിലതൊക്കെ കുറിച്ചിട്ടിരുന്നു. ഇപ്പോൾ ഈ പ്രാവശ്യം അത്തരത്തിൽ ഒരു കർമ്മം അനുഷ്ഠിക്കുന്നതിന് ഇടയായില്ല. അത് നല്ലതോ ചീത്തയോ എന്ന് നിർണ്ണയിക്കേണ്ടത് വഹിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ മഹാകരുണയായിട്ട് ഞാനിതിനെ കാണുന്നു. എന്നെ ഞാനാക്കിയ എൻ്റെ സെമിനാരി, അക്ഷരങ്ങളുടെ ആഴവും പരപ്പും പറഞ്ഞു തന്ന സെമിനാരി, അതിൻ്റെ ദീപ്തിയുടെ പ്രമുക്തി കർമ്മം നിർവഹിക്കുവാനായിട്ട് എന്നോട് ആവശ്യപ്പെടുന്നു എന്നുള്ളത്. ദീപ്തി വെളിച്ചമാണ്, പ്രകാശമാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, പ്രകാശം സംഘട്ടനങ്ങളിലൂടെയാണ് ഉരുവാകുന്നത്. ശിലായുഗത്തിൽ മനുഷ്യൻ കല്ലുകൾ തമ്മിൽ ഉരച്ച് കൺഫ്രണ്ടേഷനിലൂടെ, ഒരുതരം സംഘട്ടനത്തിലൂടെ പ്രകാശത്തെ, അല്ലെങ്കിൽ തീ, അത് വെളിച്ചത്തിൻ്റെ രൂപം തന്നെയാണ്, പ്രകാശത്തെ പുറപ്പെടുവിക്കുകയുണ്ടായി. പണ്ടെങ്ങോ അങ്ങകലെ ആകാശത്തിൽ വലിയ വെളിച്ചത്തിൽ നിന്ന് പൊട്ടിത്തെറിച്ചതാണ് ഇന്ന് ആകാശവിധാനത്തിൽ കാണുന്ന കോടാനുകോടി നക്ഷത്രങ്ങൾ എന്ന് കേട്ടിട്ടുണ്ട്. സംഘടനകൾ കൂടാതെ വെളിച്ചം ഉരുവാകുകയില്ല, സൃഷ്ടിക്കപ്പെടുകയില്ല എന്നതാണ് സത്യം. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി എന്ന് നാം വായിക്കുന്നുണ്ട്. ഇവിടെ എങ്ങനെയായിരുന്നു സംഘടന നടന്നത് എന്നത് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. സർവശക്തൻ്റെ അന്തരംഗത്തിൽ ഏതോ തരത്തിലുള്ള ഒരു സംഘടനം നടന്നു കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം പാഴും ശൂന്യയും അന്ധകാരാവൃതവുമായിരുന്ന ഈ പ്രപഞ്ചത്തിൽ വെളിച്ചം പകരാനായിട്ട് സൃഷ്ടിയുടെ തുടക്കത്തിൽ തന്നെ സർവശക്തൻ ആഗ്രഹിച്ചുവെങ്കിൽ സർവശക്തൻ്റെ അന്തരംഗത്തിൽ
ഒരു ചെറിയ സംഘർഷം ഉണ്ടായിരുന്നിരിക്കണം. സംഘർഷം കൂടാതെ വെളിച്ചം ഉരുവാകുകയില്ല. ദീപ്തിയിലൂടെ പ്രകാശിതമാകുന്ന അക്ഷരങ്ങളിലൂടെ വെളിവാകുന്ന ശോഭ അത് സംഘട്ടനത്തിലൂടെ തന്നെയാണ്. മനുഷ്യൻ്റെ അന്തരംഗത്തിൽ ഒളിഞ്ഞു കിടക്കുന്നതാണ് വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു എന്ന് നാം വായിക്കുന്നു. ഇത് കേവലം ദൈവ ഹൃദയത്തിൽ നിന്നുള്ള വചനത്തെക്കുറിച്ച് തന്നെയുള്ള പരാമർശനം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഓരോരുത്തരുടെയും അന്തരംഗത്തിൽ ഈ വചനത്തിന് സാധ്യതയുണ്ട്. ഉച്ചരിക്കുന്നത് അന്തരംഗത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന വചനം അക്ഷരങ്ങളാകുന്ന മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നതാണ്. ശബ്ദോർജം സ്വീകരിക്കുമ്പോൾ അത് നമ്മുടെ കർണപുടങ്ങളിൽ പതിയുന്നു എന്നത് യാഥാർത്ഥ്യം. അപ്പോൾ എഴുതപ്പെടുന്ന അക്ഷരങ്ങളാണെങ്കിലും പറയപ്പെടുന്ന ചിന്തകളാണെങ്കിലും അതിൻ്റെ ആദ്യ രൂപം അന്തരംഗത്തിലെ മറവായിരിക്കുന്ന വചനം തന്നെയാണ്. ഇത് എൻ്റെയും നിങ്ങളുടെയും നാം ഓരോരുത്തരുടെയും അന്തരംഗത്തിൽ നിലനിൽക്കുന്ന വചനമാണ്. ഈ വചനം ഏതോ ചില സംഘട്ടനങ്ങൾക്ക്, ഏതോ ചില സംഘർഷങ്ങൾക്ക് വിധേയമാകുന്ന നേരത്താണ് സൃഷ്ടി ഉടലെടുക്കുന്നത്. എങ്ങനെയാണ് അന്തരംഗത്തിലെ വചനങ്ങൾക്ക് ഈ സംഘർഷം ഉളവാക്കുവാനായിട്ട് കഴിയുന്നത്? സൃഷ്ടി വെറുതെ ഉണ്ടാവുകയില്ല. അന്തരംഗത്തിൽ നിലനിൽക്കുന്ന ഈ വചനങ്ങളാകുന്ന സാധ്യത ജീവിത സാഹചര്യങ്ങൾ സമ്മാനിക്കുന്ന അനുഭവങ്ങളോട് കൺഫ്രണ്ട് ചെയ്ത്, അനുഭവങ്ങളോട് സംഘട്ടനം നടത്തി, അനുഭവങ്ങളോട് സമ്പാദിച്ച് അതിനനുസരണമായ പ്രതികരണങ്ങളായി ബോധത്തിലെ വചനം, അന്തരംഗത്തിലെ വചനം അക്ഷരങ്ങളിലൂടെ ആവിഷ്കരിക്കപ്പെടുകയാണ്. ആ ആവിഷ്കാരത്തിൻ്റെ ശൈലിയിൽ ചിലത് കവിതകളാകാം, ചിലത് നുറുങ്ങ ചിന്തകളാകാം, ചിലത് ലേഖനങ്ങളാകാം, ചിലത് കഥാ സമാഹാരങ്ങളാകാം. ഇങ്ങനെ ആവിഷ്കൃതമാകുന്ന രൂപങ്ങൾക്ക് പല ഭാവങ്ങൾ സ്വീകരിക്കുകയാണ് രചനകളിലൂടെ. ശങ്കരാചാര്യര് വേദാന്തത്തിൽ പറയുന്ന ഒരു പദമുണ്ട്. ആത്മൻ നിലനിൽക്കുന്ന ഈ കാണുന്ന ഉപാധി, ശരീരം, ബോധം, മനസ്സ്, ഇതെല്ലാം ഉപാധിയാണ് എന്ന് അദ്ദേഹം പറയും. അപ്പോൾ ഉപാധികളിലൂടെ ചിലതൊക്കെ നാം തിരിച്ചറിയുകയാണ്. ഞാനെന്ന യാഥാർത്ഥ്യത്തെ, പ്രതിഭാസത്തെ, എൻ്റെ ചുറ്റുപാടുകൾ തിരിച്ചറിയുന്നത് എൻ്റെ ഈ കേവലം 5 അടി 4 ഇഞ്ചുള്ള, അല്ലെങ്കിൽ 5 ഇഞ്ചെന്ന് ഞാൻ പറയും, ചിലർ സമ്മതിക്കുക എന്നുള്ളതേ ഉള്ളൂ, ഈ ശരീരമെന്ന ഉപാധിയിലൂടെയാണ്, അല്ലെങ്കിൽ എൻ്റെ വാക്കുകളാകുന്ന ഉപാധികളിലൂടെയാണ്. ഉപാധികളിലൂടെ ചില സത്യങ്ങളെ സംവേദിക്കുകയാണ്. ഇതുതന്നെയാണ് സൃഷ്ടികളിലും രചനകളിലും നടക്കുന്നത്. സ്വീകരിക്കുന്ന ഉപാധിക്ക് അനുസരണമായി ഈ സൃഷ്ടിക്ക് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചില പദങ്ങൾ നൽകുന്നു എന്നുള്ളതേ ഉള്ളൂ. കവിതയെന്നോ കഥയെന്നോ നുറുങ്ങ് ചിന്തകൾ എന്നൊക്കെയോ പല വിധങ്ങളിൽ. ഏതായിരുന്നാലും അന്തരംഗത്തിലെ ഈ വചനത്തെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുക, അത് വലിയ പരിശീലനത്തിലൂടെ തന്നെ നേടിയെടുക്കേണ്ടതാണ്. എഴുതുവാനോ വരയ്ക്കുവാനോ കവിത ചമയ്ക്കുവാനോ സാധിക്കുന്നയാളാണ് ഞാനെന്ന് ഒരു പക്ഷേ വൈദിക വിദ്യാർത്ഥികളായി വരുന്ന അനേക ആളുകൾക്ക് അത്രമാത്രം ബോധമുണ്ടെന്നോ തോന്നാറില്ല. എന്നാൽ ഇവിടെ വന്നും സാധ്യതകളാകുന്ന മേഖലകൾ, സാധ്യതകളാകുന്ന സംവിധാനങ്ങൾ ഈ അന്തരംഗത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന വചനത്തിന് സംഘട്ടനങ്ങൾക്കുള്ള, സംഘർഷങ്ങൾക്കുള്ള സാധ്യതകൾ കൂടി കണ്ടെത്തി ഈ സംഘർഷങ്ങളിലൂടെ, ജീവിത അനുഭവങ്ങളിലൂടെ അതിന് ഊടും പാവും നൽകി നല്ല സൃഷ്ടികളായിട്ട് രൂപം നൽകുകയാണ്. അതുകൊണ്ട് സംഘട്ടനങ്ങളിലൂടെയാണ് വെളിച്ചം എല്ലാ കാലവും പ്രപഞ്ചത്തിൽ ഉടലെടുക്കുന്നത്. ഈ ദീപ്തി നിങ്ങളുടെ, നമ്മുടെ ഈ പടുത്ത വീടിൻ്റെ ആത്മ സംഘട്ടനത്തിൻ്റെ പ്രതീകമാണ്.
അതിൻ്റെ പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ ഇതിൽ കോറിയിട്ടിരിക്കുന്ന ഓരോ അക്ഷരവും. അതിൻ്റെ പിന്നിലുള്ള മനസ്സുകൾ എത്രയോ നാളുകളായി അന്തരംഗത്തിൽ താലോലിച്ചിരുന്നു ഈ സംഘടനകളെ. എല്ലാ സൃഷ്ടികർമ്മങ്ങൾക്കും വേദന അതിൻ്റെ ബലമായിട്ട് വരുന്നു, പിന്നടിയായി വരുന്നു എന്നതുപോലെ തന്നെ ഈ സൃഷ്ടികർമ്മങ്ങൾക്കുമുണ്ട് വേദനകൾ. ആ വേദനകൾ യഥാർത്ഥത്തിൽ ശാരീരിക വേദനകളല്ല, ആ വേദനകൾ ആത്മാവിൻ്റെ നൊമ്പരങ്ങളാണ്. ഈ ആത്മ നൊമ്പരങ്ങളാണ് പ്രാർത്ഥനയായി ദൈവസന്നിധിയിലേക്ക് ഉയരേണ്ടത്. അതുകൊണ്ട് ഈ വെളിച്ചം നൽകുന്നത് പ്രാർത്ഥനയുടെ വലിയ വെളിച്ചം തന്നെയാണ്. കാലാകാലങ്ങളിൽ ഓരോ അധ്യയന വർഷവും വെളിച്ചത്തിൻ്റെ, നൊമ്പരത്തിൻ്റെ, ആത്മസംഘടനത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രതീകങ്ങൾ ഈ ഭൂമികയിൽ നിന്ന് ഉളവാകുന്നു. അത് വാനോളം ഉയരുകയാണ്. അതിൻ്റെ തേജസ്സിൽ ഈ സംഘം സത്കർമ്മം ചെയ്യുന്നു എന്ന ബോധത്തോടെ അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള വലിയ സ്വാഗതത്തിന് ഈ ആത്മസംഘർഷത്തിൻ്റെ പ്രതീകമായ ഈ പ്രകാശ വസ്തു ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് ഇതിനായി ഏറെ അധ്വാനിച്ച പ്രിയപ്പെട്ട ജീസൻ ശമാശൻ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള നമ്മുടെ എല്ലാവരുടെയും സഹോദരങ്ങളായിട്ടുള്ള സഹപാഠികൾ, കരിങ്ങാട്ടിലച്ചൻ, എല്ലാവരുടെയും അധ്വാനത്തെ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. പ്രഭ വിതറുവാനായിട്ട് മറ്റേത് കാലഘട്ടത്തേക്കാൾ കൂടുതൽ ഈ ആത്മസംഘർഷത്തിൻ്റെ പ്രതീകത്തിന് ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇതിൻ്റെ പ്രമുക്തി കർമ്മം നിർവഹിക്കുകയാണ്. അതിൻ്റെ നല്ല അനുഭവങ്ങളെ സമ്മാനിക്കുന്ന അഭിനന്ദനായ ദിമിത്രിയോസ് തിരുമേനിക്ക് ഇത് നൽകി പ്രകാശനം ചെയ്യുവാനായിട്ട് സാധിക്കുന്നു എന്നതിൽ ഏറെ സന്തോഷിക്കുന്നു. നിങ്ങളുടെ, എൻ്റെ ഗുരുക്കന്മാരുടെ, സഹപ്രവർത്തകരുടെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ എൻ്റെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ അനുവാദത്തോടെ ഇവിടെ ഈ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന അലതല്ലുന്ന ആത്മശുദ്ധീകരണത്തിൻ്റെ, ആത്മസംഘർഷങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ ഈ സത്കർമ്മവും നിങ്ങളുടെ അനുവാദത്തോടെ ഞാൻ നിർവഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വെച്ചു. ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി കോട്ടയം ദീപ്തി 2012. പടുത്ത വീടിന് തിരുമുറ്റത്ത് പൂർവ്വ സൂര്യകൾ കൊളുത്തിയ കൈത്തിരിയെ ദീപ്തമാക്കുവാൻ വരകളും വർണ്ണങ്ങളും സമ്മാനിച്ച ദീപ്തി മാഗസിൻ എഡിറ്റർ പ്രിയ ജീസൻ പി വിൽസൺ ശമാശന് ഹൃദയപൂർവ്വം ഈ സമർപ്പണം. എഡിറ്റോറിയൽ ബോർഡ് 2011-2012. ഈ ഉപഹാരം ശമാശന് കൈമാറുവാൻ തക്കവണ്ണം പ്രിൻസിപ്പൽ അച്ഛന് സമർപ്പിക്കുന്നു. പ്രതിസ്പന്ദനം എഡിറ്റർ ജീസൻ ശമാശൻ. 1000 അതിലധികം മനുഷ്യരെ പ്രകാശത്തിലേക്ക് ആവാഹിച്ച എൻ്റെ പ്രിയ ഗുരുനാഥൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ ഒരു പിടി പ്രകാശപ്പൂക്കളുടെ സ്മരണകൾ നിലനിർത്തിക്കൊണ്ട് ഈ നന്ദി പറച്ചിൽ വളരെ വികാരപരമായി തന്നെ ആരംഭിക്കുകയാണ്. കരയുടെ ദൗർബല്യങ്ങൾ കടലിലേക്കും പെയ്തിറങ്ങി വെടിവെപ്പുകൾ നടത്തുന്ന ഒരു ദുഷിച്ച കാലത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇനി ഒരു ആത്മാവിനും ഒരു കടലിനു മേലും പൊരുന്നിരുന്നു കൊണ്ട് ഒരു ബ്രഹ്മാണ്ഡം വിരിയിക്കുവാൻ കഴിയുമെന്ന്. അതുകൊണ്ട് തന്നെ ഈ ദീപ്തിയുടെ പുറംചട്ടയിൽ കോറിയിരിക്കുന്ന പിറവിക്കുരുടനെ സൗഖ്യമാക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രകാശം
സെമിനാരി വിദ്യാർത്ഥികളായ നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണുകളിലും ഹൃദയങ്ങളിലും പൊരുന്നി അടയിരുന്ന് സ്നേഹത്തിൻ്റെ ആ വലിയ പ്രവാചകൻ്റെ സ്നേഹത്തിൻ്റെ ഓർമ്മയുടെ മുന്നിൽ ഒരു വലിയ ബ്രഹ്മാണ്ഡം വിരിയിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അച്ഛൻ ഓർമ്മിച്ചതുപോലെ തന്നെ ഒരു എഡിറ്റർക്ക് അമ്മയുടെ വേദനയുണ്ട്, പിറവിയുടെ വേദന. ഇതിന് കുറവുകളുണ്ട്. എല്ലാ കുറവുകളെയും ഞാൻ വളരെ സ്നേഹപൂർവ്വം ഏറ്റെടുക്കുകയാണ്. നന്ദി പറയുമ്പോൾ എൻ്റെ ഗുരുനാഥന്മാരെ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് അന്യരാക്കുവാൻ കഴിയുന്നവരല്ല. ആദ്യമായി എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ജേക്കബ് കുര്യൻ അച്ഛനോടാണ് നന്ദി പറയാനുള്ളത്. വളരെ സ്നേഹപൂർവ്വം ഉപദേശങ്ങളും ശാസനകളും തന്ന് വളരെ സ്നേഹിക്കുന്ന പ്രിയ ഗുരുനാഥന് നന്ദി പറഞ്ഞാൽ തീരുകയില്ല. എങ്കിലും നന്ദിയുടെ പൂച്ചെണ്ടുകൾ അദ്ദേഹത്തിൻ്റെ വിനീതമായ ഉപദേശങ്ങൾക്കും സ്നേഹത്തിനും എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് ദീപ്തി എഡിറ്റോറിയൽ ബോർഡിൻ്റെയും സ്റ്റാഫ് അഡ്വൈസറായിരിക്കുന്ന ബഹുമാനപ്പെട്ട കരിങ്ങാളച്ചൻ്റെയും പേരിൽ വളരെ സ്നേഹപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു.